അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പുത്തൻവീട് തറവാടിന്റെ വിശാലമായ പൂമുഖത്ത് അന്നുവരെ കാണാത്തൊരു വിശ്വാസത്തിന്റെ വെളിച്ചം പടർന്നിരുന്നു. റിസ്വാന വക്കീൽ തറവാട്ടുപടി കയറി വന്നത് വെറും ഒരു വക്കീലായല്ല, ആ വീടിന്റെ ഇരുളടഞ്ഞ പ്രതീക്ഷയിലേക്ക് വെളിച്ചം വീശുന്നൊരു മാലാഖയായിട്ടാണ്. ആയിഷുമ്മയുടെയും നുസൈബയുടെയും മുഖത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഉള്ളിൽ അടക്കിവെച്ച നീറ്റലിനൊടുവിൽ കിട്ടിയ വലിയൊരു പിടിവള്ളി. നവാസ് ജയിലിലാണ്. ആയിഷുമ്മയുടെ കരളിന്റെ കഷ്ണമായ നിരപരാധിയായ നവാസ്. അവൻ ചെയ്തെന്ന് പറയപ്പെടുന്ന എല്ലാ കള്ളത്തരങ്ങളും ഓരോന്നായി പൊളിച്ചെഴുതാൻ, ഒന്നൊന്നായി പൊളിച്ചെഴുതാൻ, പൊന്നും മോനെ തിരികെ നെഞ്ചോട് ചേർക്കാൻ റിസ്വാന വക്കീൽ തന്നെ വേണം എന്ന് ആയിഷുമ്മാക്കും തോന്നി. എന്നാൽ നുസൈബ അതാ ഉമ്മാക്ക് ചായയുമായി വരുന്നു. പെട്ടെന്ന് റിസ്വാന വക്കീൽ പറഞ്ഞു, ഞാൻ കൊടുത്തോളാം ഉമ്മാക്ക്. അതെ, ഉമ്മയോടൊന്ന് എനിക്ക് സംസാരിക്കാനുണ്ട്. ചായക്കോപ്പയുമായി അരികിലേക്ക് വന്ന റിസ്വാനയെ ആയിഷുമ്മ സ്നേഹത്തോടെയും ആർദ്രതയോടെയും നോക്കി. കണ്ണുകളിൽ കണ്ണുനീരിൻ്റെ നനവ് പടർന്നിട്ടുണ്ടെങ്കിലും അതിൽ ഒരു ഉമ്മയുടെ വാത്സല്യം നിറഞ്ഞു നിന്നു. ആയിഷുമ്മ വക്കീലിൻ്റെ കൈകളിൽ മെല്ലെ പിടിച്ച് വിതുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ ഇരിക്കെ, എനിക്ക് എൻ്റെ കുട്ടിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. റിസ്വാൻ വക്കീൽ ആയിഷുമ്മയുടെ അരികിലിരുന്നു. നുസൈബയും വിങ്ങുന്ന മനസ്സോടെ അടുത്തു തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഉമ്മ മകളോട് സംസാരിക്കുന്ന അതത്ര സ്നേഹത്തോടെയും ആത്മബന്ധത്തോടെയും ആയിഷുമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ നുസൈബയോടെന്ന വണ്ണം ചോദിച്ചു, അതെ, എന്താണ് സംഭവിച്ചത്? അറിയില്ല, ഇപ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്നാൽ അതിനു മുമ്പ് നവാസ് ജയിലിലായിരുന്നുവെന്നും റിമാൻഡിൽ പുറത്തിറങ്ങിയതാണ് എന്നുള്ള കാര്യമൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല. മോളെ, എൻ്റെ മോളെ സ്ഥാനത്താണ് മോളെ നിന്നെ കാണുന്നത്. നവാസ് എൻ്റെ പൊന്നു മോനാണ്, എൻ്റെ മൂത്തോനാണേ. നമ്മളിപ്പോൾ കുട്ടികൾക്കും വേണ്ടി കൊതിച്ച് നിൽക്കുന്ന സമയത്ത് പഠിച്ച റബ്ബ് നമുക്ക് തരുന്നതാണ് ഒരു കുട്ടീനെ. നമുക്ക് ആറ്റ് നോറ്റി നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ട്. അതിൻ്റെ ശേഷമാണ് ഞാനിപ്പോൾ ആശുപത്രിയിലായതൊക്കെ. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ഒരാളെയും ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയും ചെയ്തിട്ടില്ല. നവാസിൻ്റെ പൊന്നു മോനാണ്. മറ്റോല പോരല്ല, മറ്റോലൊക്കെ പിന്നെയും വിരുദ്ധവും കൗശലവും ഉണ്ട്. അതായത് എൻ്റെ ഷമ്മാസായാലും എൻ്റെ ഫൈസലായാലും കുറച്ച് വിരുദ്ധവും കൗശലമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. ഇവന് പിന്നെ അങ്ങനെ ഒന്നല്ല, പാവായിനെല്ലാവരും പറ്റിച്ച് പോവും ചെയ്യും, മാണ്ടമാരി കാട്ടും. എന്നാലും ഓനൊന്നും കാട്ടലില്ല കേട്ടാ. അതെൻ്റെ കുട്ടീൻ്റെ സ്ഥിതി. ഓനിപ്പോൾ എങ്ങനെ തെറ്റിൽ കുടുങ്ങിയതെന്നപ്പോൾ ഞാൻ ആലോചിച്ചത്. ഒരു തെറ്റും കുറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല മോളെ. എനിക്കറിയാം എൻ്റെ കുട്ടീനെ. അവൻ എന്താ തെറ്റ് പറ്റിയെന്ന് എനിക്ക് അറിയണില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് പോയി അതിലൊക്കെ വല്ല തെറ്റും കുറ്റവും പറ്റിക്കണം അമ്മക്കറിയില്ല. ആയിഷുമ്മ കരയാൻ തുടങ്ങി. ഉമ്മ, നിങ്ങൾ കരയില്ലേ ഉമ്മ? ഉമ്മ കരയാൻ പാടില്ലല്ലോ. ഉമ്മാനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ, പുത്തൻ വീടിൻ്റെ ധീരവനിത എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ആയിഷുമ്മ ഒരു നിമിഷം കണ്ണുകൾ തുടച്ചു. മോനെ, എൻ്റെ കുട്ടി. ഉമ്മ, നിങ്ങൾ കരയാതിരിക്കോ. വറ്റാത്ത കണ്ണീർ തുള്ളികൾ കവിളിലൂടെ ഒഴുകിയിറങ്ങി. എൻ്റെ കുട്ടി എന്താ തെറ്റ് ചെയ്ത് എനിക്കറിയില്ല മോളെ. ബിസിനസ് എന്ന് കരുതി പോയതാണ്. എന്താണറിയില്ല. ഓനൊരാളെ സംരക്ഷിച്ചു എന്നുള്ളത് നേരെ തന്നെയാണ്. ആ പാവം അല്ലേ, സൗദനെയും പെരക്കാരൊക്കെ. സൗദൻ്റെ ചെറിയ മരുവളാണ്, ഇവൻ്റെ രണ്ടാമത്തെ പെണ്ണുങ്ങളാണ്. ഓളെ അങ്ങനെയൊക്കെ ഉണ്ടായിക്കാണ്ട് ഓളെ സംരക്ഷിച്ചു. ഓളെ പെരക്കാർക്കൊക്കെ ഓനെ കൊണ്ട് കാര്യമേ കിട്ടിയിട്ടുള്ളൂ. ആ കുടുംബത്തിൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ അത്രയും കഷ്ടത്തിലായിരുന്നു. അവരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത് എൻ്റെ മോൻ അവരെ ചേർത്ത് പിടിച്ചു സംരക്ഷിച്ചു. അതിലപ്പുറം യാതൊരു തെറ്റും എൻ്റെ കുട്ടി ചെയ്തിട്ടില്ല. എൻ്റെ മോൻ തികച്ചും നിരപരാധിയാണ് മോളെ, തികച്ചും നിരപരാധി. തറവാടിൻ്റെ പൂമുഖത്ത് അരമണിക്കൂറോളം ആ ഉമ്മയുടെ വികാരനിർഭരമായ വാക്കുകൾ അലയടിച്ചിരുന്നു. ഓരോ വാക്കിലും ഒരു ഉമ്മയുടെ ആത്മാവിൻ്റെ പ്രാർത്ഥനയും നീറ്റലും നിറഞ്ഞു നിന്നിരുന്നു. തനിക്കെതിരെ മെനഞ്ഞെടുത്ത കള്ളക്കഥകളും ചതികൾക്കും ഒടുവിൽ നവാസ് പെട്ടുപോയതിൻ്റെ മുഴുവൻ കഥകളും ആയിഷുമ്മ റിസ്വാന വക്കീലിൻ്റെ മുമ്പിൽ തുറക്കുകയാണ്. അറിയില്ല കുട്ടി, എന്താ പറ്റി? എൻ്റെ കുട്ടീനെ ആരോ ചതിച്ചതാണ്. എൻ്റെ കുട്ടീനെ ആരോ ചതിച്ചതാണ്. റിസ്വാന വക്കീൽ ഒന്നും മിണ്ടാതെ വളരെ ഗൗരവത്തോടെയും എന്നാൽ അത്രമേൽ അനുപാതത്തോടെയും അത് കേട്ടിരുന്നു. ആ വാക്കുകളിലെ സത്യം, ഉമ്മയുടെ വിശുദ്ധമായ സ്നേഹം, അതെല്ലാം അവർ തൻ്റെ മനസ്സിൽ കുറിച്ചിടുകയായിരുന്നു. ആ കണ്ണീരിന് പിന്നിലെ സത്യം കണ്ടെത്തണമെന്നും ആയിഷുമ്മയുടെ പൊന്നുപോലെ സകല കളങ്കങ്ങളിൽ നിന്നും മുക്തനാക്കി പുത്തൻവീട് തറവാടിൻ്റെ ഉമ്മറത്തേക്ക് തിരികെ എത്തിക്കുമെന്നും ആ നിമിഷം റിസ്വാന വക്കീൽ ഉറപ്പിച്ചു. ആയിഷുമ്മയുടെ കൈ തടവിക്കൊണ്ട് റിസ്വാന പറഞ്ഞു, ഉമ്മ വിഷമിക്കണ്ട. ഈ ഉമ്മാൻ്റെ കണ്ണീരിന് ഫലമുണ്ടാവും. കള്ളത്തരങ്ങൾ എത്ര വലുതാണെങ്കിലും
സത്യത്തിന് മുന്നിൽ അത് തകർന്നടിയും. നവാസിനെ ഞാൻ ഇറക്കിയിരിക്കും. അത്രക്കും നേരം നെഞ്ചിലുണ്ടായിരുന്ന ഭാരമെല്ലാം ഇറക്കി വെച്ച ആശ്വാസത്തിൽ ആയുഷമ്മ റിസ്വാനയുടെ തലയിൽ പതുക്കെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, എൻ്റെ കുട്ടി ഭാഗ്യമാണ് ഇങ്ങോട്ട് വന്നത് മോളെ. എന്നാൽ പുത്തൻ വീട് തറവാട്ടിൽ വീണ്ടും പ്രതീക്ഷയുടെ നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ഈ സമയം ആയുഷമ്മയുടെ കണ്ണീരിൻ്റെ നനഞ്ഞ വാക്കുകൾക്ക് ശേഷം റിസ്വാന വക്കീൽ തറവാടിൻ്റെ പൂമുഖത്ത് നിന്നും അല്പം മാറി ഷമ്മാസിനെ തനിച്ചു വിളിച്ചു. വക്കീലിൻ്റെ കണ്ണുകളിൽ മുൻപത്തെ ആർദ്രതയുണ്ടായിരുന്നില്ല. പകരം അനുഭവസമ്പന്നയായ ഒരു ക്രിമിനൽ വക്കീലിൻ്റെ മൂർച്ചയേറിയ ഗൗരവമായിരുന്നു. ഒരു നിമിഷം ഷമ്മാസിനെ വിളിച്ചു. ഷമ്മാസ്. റിസ്വാന വളരെയധികം ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. ഷമ്മാസ്, ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. ഒരുമ്മയ്ക്ക് മകനോടുള്ള സ്നേഹവും അവന് നഷ്ടപ്പെട്ട വേദനയുമൊക്കെ അതിലുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കേസ് കോടതിയിൽ ജയിക്കാൻ ഒരു ഉമ്മയുടെ വികാരങ്ങൾ മാത്രം പോരെ ഷമ്മാസ്. എനിക്ക് അതിനു മുമ്പുള്ള യഥാർത്ഥ വിവരങ്ങളാണ് അറിയേണ്ടത്. ഉമ്മയുടെ ഭാഗം ക്ലിയറാണ്. ഇനി എനിക്കറിയേണ്ടത് നവാസിൻ്റെ കേസിൻ്റെ കൃത്യമായ ലീഗൽ സ്റ്റാറ്റസാണ്. ഷമ്മാസ് വക്കീലിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. റിസ്വാന ചോദിച്ചു, അതായത് നവാസിനെ ഇപ്പോൾ പോലീസ് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണോ അതോ അതിനു മുമ്പ് കോടതി നടപടികൾ എന്തെങ്കിലും നടന്നിരുന്നോ? ഷമ്മാസ് ഒരു ദീർഘനിശ്വാസത്തോടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. വക്കീലെ, നവാസ് കഴിഞ്ഞ 14 ദിവസമായി ജയിലിലായിരുന്നു. കോടതിയിൽ നിന്ന് താൽക്കാലിക ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതായിരുന്നു അവൻ. ജാമ്യകാലാവധി തീരാൻ ഇനിയും സമയമുണ്ടായിരുന്നു. ഞങ്ങൾ വക്കീൽ മുഖാന്തരം കണ്ട് 2 ദിവസം കൂടി എക്സ്ട്രാ ക്യാഷ് കൊടുത്ത് ടൈം നീട്ടി വാങ്ങിയതുമാണ്. പക്ഷേ ആ കാലാവധി തീരുന്നതിന് തലേ ദിവസം തന്നെ പോലീസ് നിയമവിരുദ്ധമായി വന്ന് അവനെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു. റിസ്വാന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു. ഷമ്മാസ് തുടർന്നു. പോലീസ് കേസ് പൂർണ്ണമായും അട്ടിമറിച്ചു വക്കീലെ. ആദ്യം നജീബ് സാറായിരുന്നു ഈ കേസ് ഫയൽ ചെയ്തിരുന്നത്. ഏത് നജീബ്? ഓക്കെ, ആ ശരി. ഞാനും നജീബ് സാറും ചെറിയൊരു ബന്ധമുണ്ട്. അതായത് ഞങ്ങൾ പഠിക്കുന്ന ഒരു ടൈമിൽ, അതായത് ഒരുമിച്ചല്ല എങ്കിലും ഞാൻ വക്കീൽ ഡ്യൂട്ടിയിലേക്ക് കയറിയ സമയത്ത് ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നജീബ് സാറൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ള പരിചയം. അല്ല, അവരിപ്പോൾ എവിടെയാണ്? ഇവിടെയായിരുന്നു, താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. ഓ ഓക്കെ. അപ്പോൾ കേസ് അട്ടിമറിക്കാനായിരിക്കില്ലേ ഒരു പക്ഷേ? അറിയില്ല, എന്താണെന്നറിയില്ല. ഓക്കെ ഓക്കെ. ഈ കേസ് ഫയൽ ചെയ്തത് കാര്യങ്ങളൊക്കെ നീക്കിയിരുന്ന അദ്ദേഹമായിരുന്നു. പുള്ളി നവാസിന് അനുകൂലമായ കുറേ തെളിവുകളും രേഖകളും ശേഖരിച്ച് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ പെട്ടെന്നാണ് ആ വാർത്ത ഞങ്ങൾ അറിയുന്നത്. കോടതിയിലുള്ള പല പ്രധാന ഫയലുകളും കാണാനില്ല. തെളിവുകൾ പലതും അട്ടിമറിക്കപ്പെട്ടു. ഇതറിഞ്ഞപ്പോൾ ഞങ്ങളാകെ തകർന്നു പോയി വക്കീലെ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലായി. അപ്പോഴാണ് മുസ്ലിം തങ്ങൾ നിങ്ങളുടെ പേര് നിർദ്ദേശിച്ചതും ഞങ്ങൾ നിങ്ങളെ വിളിച്ചതും. ഷമ്മാസിൻ്റെ വാക്കുകളിലെ നിരാശയും തളർച്ചയും റിസ്വാന വക്കീൽ കൃത്യമായി മനസ്സിലാക്കി. പക്ഷേ റിസ്വാനയുടെ മുഖത്ത് യാതൊരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നില്ല. കാരണം ഇതല്ല, അതിനപ്പുറം വലിയ വലിയ കേസുകളെല്ലാം വാദിച്ചതാണ്. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ മികച്ച പ്രൗഢിയോടെ റിസ്വാൻ പറഞ്ഞു, ഷമ്മാസ്, നിങ്ങൾ വിഷമിക്കണ്ട. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്കുണ്ടാക്കാം. ഞങ്ങളൊക്കെ 5 വർഷവും 7 വർഷവും LLBയും LLM ഒക്കെ പഠിച്ച് വക്കീൽ കുപ്പായം ഇട്ടത് ഇത്തരം അട്ടിമറികൾ കണ്ടു നിൽക്കാനല്ല. നീതിക്ക് നിരക്കാത്തത് നടക്കുമ്പോൾ നോക്കി നിൽക്കാനാണെങ്കിൽ പിന്നെ ഈ പഠിപ്പിന് എന്തർത്ഥമാണുള്ളത്? റിസ്വാന വക്കീലിൻ്റെ ആ വാക്കുകളിൽ അളവറ്റ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. സ്നേഹവും ആത്മവിശ്വാസവും അവരിൽ നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് ഷമ്മാസ് കണ്ടു. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കളിക്കാൻ ചില ബുദ്ധിയും തന്ത്രങ്ങളൊക്കെ ഞങ്ങൾക്കും അറിയാം. കാണാതായ ഫയലുകൾ എവിടെ പോയെന്നും ആരാണിതൊക്കെ അട്ടിമറിച്ചതെന്നും ഞാൻ കണ്ടെത്താം. ഒരാളുടെ പേരിൽ വെറുതെ കള്ളക്കേസ് കെട്ടിച്ചമച്ച് അവരെ ജയിലിലടക്കാൻ ഇവിടുത്തെ നിയമം സമ്മതിക്കില്ല. ഞാൻ നോക്കിക്കൊള്ളാം. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. റിസ്വാന വക്കീലിൻ്റെ പ്രൗഢജലവും ആത്മവിശ്വാസം തുളുമ്പുന്നതുമായ ആ വാക്കുകൾ കേട്ട് ഷമ്മാസ് ഒരു നിമിഷം അന്തം വിട്ടവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് പോയി. ഒരു പെണ്ണാണല്ലോ റബ്ബേ ഇത്രമാത്രം ഇങ്ങനെ സംസാരിക്കുന്നത്. അത്രയും നേരം ഉള്ളിൽ പടർന്നു പിടിച്ച ഇരുട്ടും ഭയവും ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോയതുപോലെ ഷമ്മാസിന് തോന്നി. തൻ്റെ നെഞ്ചിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ മനസ്സിൽ ആത്മഗതമായി ഷമ്മാസ് ഓർത്തു, പഠിച്ചോനെ, നീ ആയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വക്കീലിനെ കാട്ടിത്തന്നത്. നവാസിൻ്റെ കാര്യത്തിൽ ഇനി പേടിക്കേണ്ടതില്ല. റിസ്വാന വക്കീൽ ഉടൻ തന്നെ തനിക്കുള്ള ഫോൺ കോളുകൾ ചെയ്യാനും കേസിൻ്റെ പഴയ രേഖകൾ പരിശോധിക്കുവാനുമായി ഒരുങ്ങി. തറവാട്ടിലെ അന്തരീക്ഷത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ഭീതി മാറി.
നീതി ലഭിക്കുമെന്ന വലിയൊരു പ്രതീക്ഷയോടെ വെളിച്ചം പടർന്നു. ഉമ്മയുടെയും ഷമ്മാസിൻ്റെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം കേസിൻ്റെ അടുത്ത പ്രധാന കണ്ണിയിലേക്ക് റിസ്വാന വക്കീൽ ശ്രദ്ധ തിരിച്ചപ്പോഴാണ് ആ തറവാട്ടിലെ ഏറ്റവും സങ്കീർണമായ അടുത്ത കഥാപാത്രം രംഗത്തേക്ക് വരുന്നത്. നവാസിൻ്റെ രണ്ടാം ഭാര്യയായ സൗദ. ആയിഷുമ്മയും ഷമ്മാസും പറഞ്ഞ കഥകളിൽ ഒരു പാവം പെൺകുട്ടിയായി പ്രത്യക്ഷപ്പെട്ട് സൗദയെ നേരിട്ട് കാണാനായി റിസ്വാന വക്കീൽ ആവശ്യപ്പെട്ടു. എന്നാൽ പൂമുഖത്തേക്ക് ഇറങ്ങി വരാൻ സൗദ തയ്യാറായില്ല. ഉമ്രത്ത് നിന്നും ആളുകൾ ചെന്ന് വിളിച്ചു. മോളെ സൗദ, ഉമ്മ വിളിച്ചു. എടീ സൗദ. എന്നാൽ അതിനിടെ നുസൈബയും വിളിച്ചു. സൗദത്ത, അതെ, അത് പിന്നെ വിളിക്കുന്നുണ്ട് വക്കീലെ. എന്നാൽ അഹങ്കാരത്തോടെയും നിർവികാരതയോടെയും അവൾ വിളിച്ചു പറഞ്ഞു. ആരാ അവിടെ വന്നിക്കണത്? ഞാനേ ഇവിടുത്തെ മരുമകളാണ്. ഇവിടുത്തെ മരുമകൾ വക്കീലന്മാരും പോലീസുമാരും മുന്നിക്കൊന്നും വെറുതെ ഇറങ്ങി വരൂല. അവരെന്നെ കാണാൻ അങ്ങോട്ട് വരട്ടെ. പിന്നെ ഞാൻ ഇവിടെ പുത്തൻ വീട്ടിലത്തെ മരുമകളായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലല്ലേ. ഞാൻ ഇവിടുത്തെ വേലക്കാരത്തിയോ? വേലക്കാരത്തിന് പണി ഞാൻ സെമീറാനെ പറഞ്ഞേച്ചോളി, ഓളാണ് വേലക്കാരി. എന്താന്നില്ലേ? എന്നാൽ ആയുഷ്യം അത് കേട്ടിട്ട് പറഞ്ഞു. സൗദ, നീ മറ്റൊരാളെ കുറ്റം പറയണ്ട. എല്ലാവർക്കും ഇവിടെ ഒരേ സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത്. നിനക്ക് വരാൻ പറ്റൂലെങ്കിൽ വേണ്ട. എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. എത്ര വലിയ പോലീസായാലും വക്കീലായാലും അവരിങ്ങോട്ട് വരട്ടെ, അതാ വേണ്ടത്. സൗദിയുടെ അഹങ്കാരം നിറഞ്ഞ വാശി കേട്ട് തറവാട്ടിലുള്ളവർ ആകെ അമ്പരന്നു. അതെ, മിസ്സിജിയും ശരിക്കും ഞെട്ടി. പഠിച്ചോനെ, ഇത്ര അധികമൊക്കെ എന്താ അവരിങ്ങനെ പറയുന്നത്? പക്ഷേ നവാസ് എന്ന മനുഷ്യൻ എന്തിനാണ് ജയിലിലായത് എന്നതിൻ്റെ യഥാർത്ഥ കാരണം സൗദിയാണെന്ന് അവിടെയുള്ളവർക്ക് ഏകദേശം കുറേയൊക്കെ അറിയാമായിരുന്നു. അതായത് സൗദിയുടെ ഫാമിലി, സൗദിയുടെ ഉമ്മ, വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ ഇനി വക്കീൽ എന്താ അറിയില്ല. ദാരിദ്ര്യവും ഇല്ലായ്മയും മാത്രം നിറഞ്ഞ ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് നവാസ് സൗദിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് പുത്തൻവീട് തറവാട് എന്ന വലിയ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ സൗദ ആകെ മാറിപ്പോയിരുന്നു. സ്നേഹവും കരുണയും ഉണ്ടായിരുന്ന പെൺകുട്ടി അഹങ്കാരത്തിൻ്റെ പരിചയത്തിലെത്തി. സ്വന്തമായി പ്രസവിച്ച കുഞ്ഞിനെ പോലും തിരിഞ്ഞു നോക്കാതെ ഭർത്താവിനോടോ ആ വീട്ടിലെ മുതിർന്നവരോടോ ഒരിറ്റ് സ്നേഹം കാണിക്കാത്ത, വീട്ടിലെ ഒരു പണിയും ചെയ്യാത്ത വെറും ഒരു അഹങ്കാരിയായി അവൾ മാറി. ആയിഷമ്മ പറഞ്ഞത് പാവപ്പെട്ട സൗദിയെ നവാസ് രക്ഷിച്ചു എന്നാണെങ്കിൽ സത്യത്തിൽ നവാസ് ചെയ്ത ആ നന്മ അവൻ്റെ തന്നെ ജീവിതം തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചത്. എൻ്റെ കുട്ടി നല്ല വിചാരിച്ച് ചെയ്തതേനും, എന്താ ചെയ്യുക? ഓല കുടുംബങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ കുട്ടിൻ്റെത് നശിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സൗദ പൂമുഖത്തേക്ക് വരില്ലെന്ന് വാശി പിടിച്ചപ്പോൾ റിസ്വാന വക്കീൽ തളർന്നില്ല. ഒരു പുഞ്ചിരിയോടെ റിസ്വാന വക്കീൽ പറഞ്ഞു. സാരമില്ല, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അവരിങ്ങോട്ട് വരുന്നില്ലെങ്കിലേ കുഴപ്പമില്ല. എനിക്ക് ആ സൗദിയെ കൂടി ഒന്ന് കാണണം. റിസ്വാന വക്കീൽ പതുക്കെ നടന്ന് സൗദിയുടെ മുറിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ സൗദ വാതിൽ കുറ്റിയിട്ടിരുന്നു. അവൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് റിസ്വാന വക്കീൽ പതുക്കെ വാതിൽ മുട്ടി. വാതിലും തുറക്കോ സൗദ, സൗദ, സൗദ. റബ്ബേ, ഒരു സുഖവും സമാധാനം തരൂരല്ലേ. ഇമ്മ ആരൊക്കെയാണ് വിളിച്ചെത്തി കൊണ്ടേക്കണത്? തള്ള ആശുപത്രിയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. എന്താന്നില്ലേ, ഇപ്പോൾ അത് ഓരോരുത്തരും ചോദ്യം ചോദിച്ചാൽ കൊണ്ടുവരാണല്ലോ. എന്താന്നില്ലേ? അവൾ ദേഷ്യത്തോടെ അത് പറഞ്ഞപ്പോൾ വീണ്ടും റിസ്വാന വക്കീൽ. സൗദ, എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു, ഒരു അത്യാവശ്യമായിട്ടാണ്. അവൾ വളരെയധികം താഴ്മയോട് കൂടെ അതാ വാതിൽക്കൽ മുട്ടിയപ്പോൾ നാശം എന്ന് പറഞ്ഞ് അവൾ വാതിൽ തുറന്നു. എന്നാൽ റിസ്വാന വക്കീൽ പതുക്കെ നടന്ന് സൗദിയുടെ മുറിയിലേക്ക് പ്രവേശിച്ചു. മുറിക്കുള്ളിൽ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തികഞ്ഞ അഹങ്കാരത്തോടെ ഇരിക്കുന്ന സൗദയെയാണ് വക്കീൽ കണ്ടത്. തൻ്റെ ഭർത്താവ് നവാസിനെ കാണാനില്ല, അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയി എന്നുള്ള ന്യൂസും വാർത്തയൊക്കെ സൗദിയും അറിഞ്ഞു എന്നല്ലാതെ അവളൊരു വാക്ക് പോലും ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല. കാരണം എന്താ? അവളുടെ ലക്ഷ്യം നവാസ് അല്ല, അവളുടെ ലക്ഷ്യം ഷമ്മാസാണ്. അതുകൊണ്ട് തന്നെ അയാൾ പോയാലും കുഴപ്പമില്ല. പിന്നെ ആ ഫസീലയോട് കൂടെ ഇങ്ങനെ മുട്ടിയിരുമി ജീവിക്കണക്കാളും നല്ല മൂപ്പര് ജയിലിൽ പോയി കിടക്കുകയാണെന്നുള്ള ചിന്തയും സൗദക്കുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് ജയിലിലേക്ക് പോയി എന്നോ പോലീസ് കൊണ്ടുപോയി എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു രീതിയിലുള്ള കൂസലും ഇല്ലായിരുന്നു അവൾക്ക്. യാതൊരു സങ്കടവുമില്ലാതെ തനിക്കൊന്നും ബാധകമല്ല എന്ന മട്ടിലിരിക്കുന്ന ആ യുവതിയുടെ കണ്ണുകളിലേക്ക് റിസ്വാന വക്കീൽ ആഴത്തിലൊന്ന് നോക്കി. ഒരു വക്കീലിൻ്റെ അനുഭവസമ്പന്നമായ കണ്ണുകൾക്ക് മനസ്സിലായി, ഈ മുറിക്കുള്ളിൽ നിൽക്കുന്നത് കേവലം ഒരു ഭാര്യയല്ല, മറിച്ച് ഈ കേസിൻ്റെ അണിയറയിൽ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യത്തിൻ്റെ താക്കോൽ കൂടിയാണ്. അതായത് ഇതുവഴിയാണിരിക്കാം കേസ് വന്നിരിക്കുന്നത്. എന്തായാലും നോക്കാം. ആ ഗൗരവമേറിയ അന്തരീക്ഷത്തിൽ റിസ്വാന വക്കീൽ സൗദക്ക് നേരെ നടന്നു ചെന്നു. കേസിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ
പുറത്തു കൊണ്ടുവരാനെന്ന ആ മുഖാമുഖം അവിടെ ആരംഭിക്കുകയായിരുന്നു. സൗദിയുടെ മുറിക്കുള്ളിലെ അന്തരീക്ഷം പെട്ടെന്ന് തന്നെ തണുത്തുറഞ്ഞു. ബെഡിൽ തികഞ്ഞ അനാസ്ഥയോടെ കൈ കെട്ടിയിരുന്ന സൗദിയുടെ മുഖത്തേക്ക് റിസ്വാന വക്കീൽ തൻ്റെ കയ്യിലിരുന്ന ഫോണിലെ ഫയൽ പതുക്കെ കാണിച്ചു. വക്കീലിൻ്റെ കണ്ണുകളിൽ ആഴത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു, ചുണ്ടിൽ നേർത്തൊരു ഗൗരവവും. പറയൂ സൗദ. റിസ്വാന വക്കീൽ സൗദക്ക് തൊട്ടു മുന്നിലെ കസേരയിലേക്ക് പതുക്കെ ചാരിയിരുന്നു. പറയൂ. തുടർന്ന് തൻ്റെ മൂർച്ചയേറിയ ശബ്ദത്തിൽ ഫയലിലെ താളുകൾ ഓരോന്നായി PDF രൂപത്തിലായത് മറിച്ച് കാണിച്ചുകൊണ്ട് ചോദ്യങ്ങൾ എഴുതി തുടങ്ങി. പറയൂ സൗദ, എന്തെങ്കിലും നവാസ് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ആയുഷമ്മയോടോ ഷമ്മാസിനോടോ അല്ല, നവാസിൻ്റെ രണ്ടാം ഭാര്യയായ നിന്നോടാണ്. സൗദ മുഖം തിരിച്ചുവെങ്കിലും റിസ്വാന വക്കീൽ തൻ്റെ ശബ്ദത്തിൻ്റെ കടുപ്പം അല്പം കൂട്ടി. കേസിൻ്റെ ചില പഴയ ഫയലുകൾ താൻ നോക്കി പരിശോധിച്ചപ്പോൾ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. കുഞ്ഞിക്കതിയ എന്ന സ്ത്രീ പോലീസിന് കൊടുത്ത പരാതിയിൽ അടിവരയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സൗദയെ, അതായത് നവാസിൻ്റെ സ്വന്തം ഭാര്യയെ അവൻ ഒരുപാട് ഉപദ്രവിച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അവളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് സൗദ? സൗദിയുടെ കണ്ണുകളിൽ നേരിയൊരു പരിഭ്രമം മിന്നിമറിഞ്ഞെങ്കിലും അവൾ അതിരങ്ങൾ കടിച്ചമർത്തി മിണ്ടാതിരുന്നു. റിസ്വാന വക്കീൽ നിർത്തിയില്ല. അവിടുത്തെ താളിലേക്ക് വിരലൊടിച്ചു. ഇത് മാത്രമല്ലല്ലോ ഈ ഫയലിലുള്ളത്. സൗദിയുടെ ഉമ്മയെ നവാസ് ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. ഇതിലും വലിയ ആരോപണം അപ്പുറത്തുണ്ട്. അല്ല, ഇതൊക്കെ എനിക്ക് കേട്ടിട്ട് ഒന്നും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊരു അല്പം പ്രായമേറിയ സ്ത്രീ ആയിരിക്കാം. പിന്നെ ഇത്രയും 2 ഭാര്യമാരൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സത്യം അറിയണമല്ലോ. പിന്നെ സൗദിയുടെ സ്വന്തം അനിയത്തിയെ നവാസ് പുറത്തേക്ക് ടൂറ് കൊണ്ടുപോയി കറങ്ങി നടന്നു. ഒടുവിൽ അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന്. ഒരു കുടുംബത്തിലെ ഉമ്മയെയും 2 പെൺമക്കളെയും നവാസ് എന്നൊരാൾ ഇത്തരത്തിൽ ക്രൂരമായി ഇരയാക്കി എന്നാണ് കുഞ്ഞിക്കതിയയുടെ പരാതിയിൽ പറയുന്നത്. റിസ്വാന വക്കീൽ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് സൗദിയുടെ മുന്നിലേക്ക് ഒന്ന് നടന്നു ചെന്നു. തൻ്റെ കൈകൾ മേശപ്പുറത്ത് ഒന്ന് ഊന്നി സൗദിയുടെ കണ്ണുകളിലിട്ട് നേരിട്ട് ചോദിച്ചു, ഈ തറവാട്ടിൽ വന്നിറങ്ങി ഉമ്മയുടെയും ഷമ്മാസിൻ്റെയും വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് നവാസ് അതിക്രമം കാണിക്കുന്ന ഒരു ക്രിമിനൽ അല്ല എന്നാണ്. അങ്ങനെ ഒരാൾക്ക് ഇതുപോലെ ക്രൂരത ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ പോലീസിലെ ഫയലുകൾ പറയുന്നത് മറ്റൊന്നാണ്. ഇനി നീ പറ സൗദ, എന്താണ് ഇതിനൊക്കെ അർത്ഥം? റിസ്വാന തൻ്റെ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. നവാസ് സത്യത്തിൽ നല്ലവനായിരുന്നോ? അതോ അവൻ നിങ്ങളെ എല്ലാവരെയും ഉപദ്രവിച്ചിരുന്നോ? നിന്റെ കണ്ണിൽ, നിന്റെ അനുഭവത്തിൽ നവാസിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നീ തെറ്റ് കണ്ടിരുന്നോ? അതോ നിന്റെ കുടുംബത്തെ വെച്ചും നിന്നെ വെച്ചും വെറുതെ കെട്ടിച്ചമച്ച കഥകളാണോ ഈ ഫയലിലുള്ള ക്രൂരതകൾ? മുറിക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു. റിസ്വാന വക്കീൽ ചോദിച്ച ഓരോ ചോദ്യങ്ങളും സൗദിയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്നത് പോലെയായിരുന്നു. ഫയലിൽ കുഞ്ഞിക്കതിയെ കൊടുത്തിരിക്കുന്ന കേസിൻ്റെ ഭീകരതയും തറവാട്ടുകാർ പറയുന്ന സത്യവും തമ്മിൽ ഒരു വലിയ വ്യത്യാസം സൗദിയുടെ മുന്നിൽ റിസ്വാന തുറന്നു വെച്ചു. കാരണം ഇവിടുത്തെ ഈ ഉമ്മയുടെയും ഇവിടുത്തെ ഷമ്മാസിൻ്റെയൊക്കെ വാക്കുകൾ കേട്ടപ്പോൾ നവാസിന് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ കാണിച്ചതെല്ലാം ഒരു വ്യക്തിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ അതും അറിയില്ല. ചോദ്യങ്ങളുടെ അഗാധത്തിൽ സൗദിയുടെ ചുണ്ടുകൾ വിറച്ചു. എന്തു പറയണമെന്നറിയാതെ അവൾ തൻ്റെ കൈവിരലുകൾ കൂട്ടി തിരുമ്മി. എന്നാൽ റിസ്വാന വക്കീൽ തൻ്റെ മറുപടിക്കായി കാത്തു നിൽക്കാതെ ആ ഫയൽ ഒന്നുകൂടെ ഫോണിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് പതുക്കെ ഓഫ് ചെയ്തു. സൗദിയുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്ന ആ വലിയ സത്യം എന്താണെന്നറിയാൻ ഇനി വക്കീലിനെ സൗദിയുടെ വാ തുറന്നുള്ള ഉത്തരം തന്നെ കേൾക്കേണ്ടതുണ്ട്. സൗദിയുടെ റൂമിലെ മൗനത്തെ കീറി മുറിച്ചുകൊണ്ട് റിസ്വാന വക്കീലിലെ ചോദ്യങ്ങൾ വീണ്ടും ആ മുറിക്കുള്ളിൽ അലയടിച്ചു. അനുഭവസമ്പന്നയായ ഒരു വക്കീലിൻ്റെ മൂർച്ചയുള്ള കണ്ണുകളിൽ സൗദിയുടെ മുഖത്തെ ചെറിയൊരു ചലനം പോലും ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. വക്കീൽ ഫയലിലെ ഒരു പ്രത്യേക താളിലേക്ക് വിരൽ ചൂണ്ടി സൗദിയുടെ തൊട്ടുമുന്നിലേക്ക് നീങ്ങി നിന്നു. സൗദ, നിന്റെ ഉമ്മ കുഞ്ഞിക്കതിയ പോലീസിൽ കൊടുത്ത കേസ് ഞാൻ വീണ്ടും വീണ്ടും വായിക്കുകയാണ്. അതിൽ പറയുന്നത് നവാസ് നിന്റെ ഉമ്മയെ പീഡിപ്പിച്ചെന്നാണ്. നിന്റെ അനിയത്തിയെയും കൊണ്ട് കറങ്ങി നടന്ന് അവളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ്. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ വലിയ സംശയമുണ്ട്. റിസ്വാന വക്കീൽ സൗദിയുടെ ദാമ്പത്യ ജീവിതത്തിലെ ടൈം ലൈൻ ഓരോന്നായി എണ്ണി പറയാൻ തുടങ്ങി. നീയും നവാസും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം മാത്രമാണ് അവനിവിടെ ഉണ്ടായിരുന്നത്. ആ 1 മാസം കൊണ്ട് നിങ്ങൾ ഗൾഫിലേക്ക് പോയി, ഗർഭിണിയായി. ഉടൻ തന്നെ നവാസ് നിങ്ങളും ഗൾഫിലേക്ക് പോയി. പിന്നെ
ഏകദേശം 7-8 മാസം കഴിഞ്ഞാണ് നിങ്ങൾ തിരിച്ചു വരുന്നത്. അതിനിടയിലായിരിക്കില്ലേ ഈ പീഡനങ്ങളൊക്കെ അവിടെ നടത്തിയത്? നവാസ് നിന്നെ പീഡിപ്പിച്ചതും ഗർഭിണിയെ ഉപദ്രവിച്ചതും അതൊക്കെ ഗൾഫിൽ നിന്നായിരിക്കും അല്ലേ? പിന്നെ എത്രയോ മാസങ്ങൾ, 7-8 മാസങ്ങൾ കഴിഞ്ഞ് നിങ്ങളെല്ലാവരും തിരിച്ചു വരുന്നു. നിന്നെ പ്രസവത്തിന് കൊണ്ടുപോകാനുള്ള സമയമായിരുന്നു അത്. ഗൾഫിൽ നിന്നെത്തിയ നവാസ് നിന്നെ തറവാട്ടിൽ തന്നെ നിർത്തി. അതായത് അടുത്ത ആഴ്ച പ്രസവത്തിനായി 7 മാസം തികയുമ്പോഴേക്കും നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്നവൻ പറഞ്ഞു. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ നിന്റെ ഉമ്മ കുഞ്ഞിക്കതിയ നിന്നെ വന്ന് ബലമായി പിടിച്ചു കൊണ്ടുപോയി. ശരിയല്ലേ സൗദ? സൗദയുടെ കണ്ണുകൾ വിടർന്നു, കൈകൾ വിറക്കാൻ തുടങ്ങി. താൻ പോലും ഓർക്കാത്ത ടൈം ലൈൻ വക്കീൽ കൃത്യമായി പറഞ്ഞു നിർത്തുന്നത് കണ്ടപ്പോൾ അവരുടെ തൊണ്ട വരണ്ടു. റിസ്വാൻ വക്കീൽ തൻ്റെ വിരലുകൾ മേശപ്പുറത്ത് താളം അടിച്ചുകൊണ്ട് അടുത്ത ചോദ്യം തുടർന്നു. അന്ന് ഉമ്മ നിന്നെ ബലമായി കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഒരിക്കൽ പോലും നവാസ് നിന്റെ വീട്ടിലേക്കോ ആ തറവാട്ടിലേക്കോ പോയിട്ടില്ല, ഒരു തവണ പോലും? അങ്ങനെയെങ്കിൽ സൗദ പറയൂ, നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം നവാസ് പിന്നെ ഒരിക്കൽ പോലും ആ കാല് കുത്താത്ത വീട്ടിൽ വെച്ച് എപ്പോഴാണ് നിന്റെ ഉമ്മയെ പീഡിപ്പിച്ചത്? എപ്പോഴാണ് നിന്റെ അനിയത്തിയെ കൂട്ടി പുറത്തു പോയി കറങ്ങി നടന്ന് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്? ഇത് എപ്പോൾ നടന്നു എന്ന് നിന്റെ ഉമ്മ ഈ പരാതിയിൽ എഴുതി വച്ചിരിക്കുന്നുണ്ട്. കാരണം ഇത് ശരിക്കും അങ്ങനെയൊക്കെ ചെയ്തു എന്നാണ് കണ്ടോ ആ പരാതി എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് തന്നെയാണിത്. ആ ചോദ്യം ഒരു ബോംബ് പോലെ സൗദിയുടെ മുന്നിൽ പൊട്ടിത്തെറിച്ചു. തൻ്റെ ഭർത്താവിനെതിരെയെന്ന് പറഞ്ഞ് ഉമ്മ കേസിൽ എഴുതി ചേർത്ത ഓരോ നുണകളും കേട്ട് സൗദ അതുവരെയും വെറുമൊരു മൗനിയായിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ റിസ്വാൻ വക്കീൽ കാലഗണന വെച്ച് ആ കള്ളക്കഥ പൊളിച്ചെടുക്കുകയും സൗദ പൂർണ്ണമായും പെട്ടുപോകുകയായിരുന്നു. ഒരു നിമിഷം കൊണ്ട് സൗദിയുടെ മുഖത്ത് അഹങ്കാരമെല്ലാം ആവിയായി പോകുന്ന പോലെ, അവളുടെ വായടഞ്ഞതുപോലെ. പറയൂ സൗദ, നിന്റെ ഉമ്മ കെട്ടിച്ചമച്ച ഈ ഏറനാടൻ കഥകളിൽ നിന്ന് നിനക്ക് പങ്കെന്താണ്? എന്താണ് സത്യം, എന്താണ് കള്ളം? സൗദ എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിന്നു. മുറിക്കുള്ളിൽ അവളുടെ ഒരു നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം മാത്രം കേട്ടു. സൗദയുടെ ഉള്ളിൽ ആളിക്കത്തുന്ന വികാരങ്ങൾ വല്ലാത്തൊരു വിഷലിപ്തമായ മനസ്സിൻ്റെ പ്രതിഫലനമായിരുന്നു. കാണുന്ന പോലെയല്ലായിരുന്നു സൗദ. അവൾ മുസ്ലിം തങ്ങൾ പറയുന്ന പോലെ വെറും അഭിനയമായിരുന്നു. നവാസ് ജയിലിൽ തന്നെ കിടക്കണം. അവൻ പുറത്തിറങ്ങിയാൽ സൗദയുടെ ആഡംബരവും സ്വാതന്ത്ര്യവും അവസാനിക്കും. അതിനേക്കാളേറെ നവാസിൻ്റെ ആദ്യ ഭാര്യയായ ഫസീല അവൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് സൗദക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഫസീലയുടെ കണ്ണീരും തകർച്ചയും കാണാനായിരുന്നു സൗദക്ക് ഇഷ്ടം. മാത്രമല്ല തറവാട്ടിലെ മറ്റംഗങ്ങളുടെ ഒരു തരത്തിലുള്ള ഭ്രാന്തമായ അസൂയയും മാനസിക വൈകല്യങ്ങളും അവളുടെ മനസ്സിൽ ഉറച്ചുകൂടിയിരുന്നു. വക്കീലിൻ്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മുന്നിൽ പെട്ടുപോയെന്ന് മനസ്സിലായ നിമിഷം, ഇല്ല ഇനി രക്ഷയില്ല, ഇനി ഇൻ്റെതൊന്നും കള്ളത്തരം നടക്കും തോന്നുന്നില്ല, ഇത് വല്ലാത്ത വക്കീലെന്നാണ്, വിചാരിച്ച പോലെയൊന്നല്ല. സൗദ തൻ്റെ അഭിനയത്തിൻ്റെ അടുത്ത അംഗം കുറിച്ചു. കണ്ണുകളിൽ വ്യാജമായ കണ്ണുനീർ വരുത്തി വെച്ചു. വിതിമ്പിക്കൊണ്ട് അവൾ സംസാരിച്ചു തുടങ്ങി. വക്കീലെ, നിങ്ങൾ കാണുന്ന ഒന്നല്ല സത്യം. നവാസ് പുറമെ കാണിക്കുന്ന ഈ വെറും അഭിനയമാണ്. ഗൾഫിൽ വെച്ച് എന്നെ അവൻ എത്രത്തോളം ഉപദ്രവിച്ചെന്ന് നിങ്ങൾക്കറിയില്ല. വിതുമ്പലോടെ അവൾ കഥകൾ മെനഞ്ഞു തുടങ്ങി. ഞാൻ ഗർഭിണിയായ സമയത്ത് എന്നെക്കൊണ്ട് അവിടെ അളവറ്റ പണികളാണ് ചെയ്യിപ്പിച്ചത്. ഫസീലയിലുള്ള അവൻ്റെ 2 മക്കളെ നോക്കാനും വീട്ടുജോലികൾ ചെയ്യാനും എന്നെ ഒരു വേലക്കാരിയെ പോലെയാണ് അവൻ ഉപയോഗിച്ചത്. പലപ്പോഴും എന്നെ ക്രൂരമായി ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ചു. എന്നോട് പറഞ്ഞു, അതെ, ഒരിക്കലും നിൻ്റെ സൗന്ദര്യം കണ്ടിട്ടൊന്നല്ല ഞാൻ കെട്ടിയത്, നിന്നെ പാവപ്പെട്ടതല്ലെന്ന് വിചാരിച്ച് രക്ഷപ്പെട്ടോട്ടെന്ന് വിചാരിച്ച് കെട്ടിയതാണ്, അല്ലാതെ എനിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ ഉമ്മയും എളാമയൊക്കെ പറഞ്ഞപ്പോൾ കെട്ടിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ക്രൂരമായി ഉപദ്രവിച്ചു. 6-7 മാസവും എങ്ങനെ ഞാൻ അവിടെ കഴിച്ചു കൂട്ടിയെന്ന് പഠിച്ചവന് മാത്രമേ അറിയൂ. സൗദ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന വ്യാജ കണ്ണീർ തുടച്ചുകൊണ്ട് തുറന്നു. നാട്ടിലെത്തിയപ്പോഴും എന്നെ സ്വന്തം വീട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല. നീ ഈ തറവാട്ടിൽ വേലക്കാരിയായി ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. ഇതറിഞ്ഞ് എൻ്റെ ഉമ്മ ഓടി വരികയായിരുന്നു. എൻ്റെ മകളെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഉമ്മ കരഞ്ഞു നിലവിളിച്ചാണ് എന്നെ അവിടുന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോയത്. വക്കീലെ, എൻ്റെ മനസ്സത്തെ വിഷമങ്ങൾ നിങ്ങളോടല്ലാതെ എനിക്ക് ആരോടും പറയാനില്ല. എൻ്റെ വാക്ക് ഇവിടെ ആരും കേൾക്കാനും തയ്യാറല്ല. പിന്നെ വക്കീലെ, ഇവിടെ നിന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരും പോവുകയൊക്കെ ചെയ്യും. കണ്ടില്ലേ, കണ്ട വേലക്കാരികളൊക്കെ ഇവിടെ നിർത്തി പ്രസവവും കാര്യങ്ങൾ കല്യാണം എല്ലാം നടത്തും. ഇവിടെ
പക്ഷേ ഒരു മരുമകൾ എന്നുള്ളൊരു പരിഗണന എനിക്കില്ല. ഞാനിവിടെ ഇടങ്ങാറായി ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. നവാസ്ഖാൻ്റെ കുടുംബമൊക്കെ മോശം തന്നെയാണ്. ഒരിക്കലും ഞാൻ ഇവരിങ്ങനെ ആത്തിരുന്നറിഞ്ഞ് ഞാൻ ഇവിടെ വല്ലാത്ത ഇടങ്ങാറിൽ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ജീവിക്കണം തന്നെ ഞാൻ പലപ്പോഴും വിചാരിക്കും, ജീവൻ ഒന്ന് ആത്മഹത്യ ചെയ്താലോന്ന് വരെ വിചാരിക്കും. പിന്നെ എൻ്റെ കുട്ടീനെ വിചാരിച്ചിട്ടാണ്. അത്രയ്ക്ക് ഇടങ്ങാറാണ്. ഫസീലത്തെയും തന്നെ എന്നെ ഒരുപാട് ചീത്ത പറയും, ഉപദ്രവിക്കും ഒക്കെ ചെയ്യും. ഉമ്മയാണെങ്കിൽ അതിലേറെ. അവരാരും എന്നെ മൈൻഡ് ചെയ്യൂല. വക്കീലേ, നിങ്ങളോടെങ്കിലും എനിക്ക് ഈ ഒരു സത്യം തുറന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്ന് ക്ലിയർ ആവും. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ നവാസ്ഖാനോട് എനിക്ക് എന്നാലും സ്നേഹം തരും. എന്നെ എത്ര ഉപദ്രവിച്ചാലും ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാനായതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത്. വേറുള്ളവരാണെങ്കിൽ വേറെ വല്ല കടുങ്കയും ചെയ്തിരുന്നു. ഓക്കെ സൗദ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതല്ല, നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നോ? പിന്നെ നവാസ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നോ? അതറിയണം എനിക്ക്. പിന്നെ നവാസ് ഞങ്ങളെ വീട്ടിലേക്ക് നേരിട്ട് വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള സത്യമാണ് വക്കീലെ. പക്ഷേ എനിക്കറിയാത്ത എന്തൊക്കെയോ ബന്ധങ്ങൾ എൻ്റെ ഉമ്മയുമായും അനിയത്തിയുമായി നവാസിനുണ്ടായിരുന്നോ? ഞാൻ അറിയാതെ അവരെ ഫോണിൽ വിളിക്കലും കറങ്ങി നടക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഉമ്മയും അനിയത്തിയും പറഞ്ഞാണ് ഞാൻ പോലും അറിയുന്നത്. പച്ചക്കള്ളങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് സൗദ വിളമ്പുന്നത് കേട്ട് റിസ്വാന വക്കീൽ ഒരു നിമിഷം തരിച്ചു നിന്ന് പോയി. ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവിനെതിരെ യാതൊരു എളുപ്പമില്ലാതെ ഇത്രയും വലിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് റിസ്വാന അത്ഭുതപ്പെട്ടു. സൗദിയുടെ വാക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന കൃത്രിമത്വവും ഓരോ ചോദ്യത്തിനും അതിനനുസരിച്ച് മാറ്റി പറയുന്ന കഥകളും ഒരു മിടുക്കിയായ വക്കീലിൻ്റെ അനുഭവസമ്പന്നതയ്ക്ക് മുന്നിൽ വ്യക്തമായി തെളിഞ്ഞു നിന്നു. സൗദ പറയുന്ന ഓരോ വാക്കും പച്ചക്കള്ളമാണെന്ന് റിസ്വാന വക്കീലിൻ ആഴത്തിലുള്ള ചിന്തകൾ ഉറപ്പിച്ചു. എന്നാൽ ആ ഞെട്ടൽ പുറത്തു കാണിക്കാതെ സൗദിയുടെ ആ നാടകീയമായ വാക്കുകൾ കേട്ട് റിസ്വാന വക്കീൽ തന്ത്രപരമായ മറ്റൊരു ആലോചനയിലേക്ക് കടക്കുകയായിരുന്നു. സൗദിയുടെ വ്യാജക്കണ്ണീരിനും തട്ടിക്കൂട്ടിയ കള്ളക്കഥകൾക്കും മുന്നിൽ റിസ്വാന വക്കീൽ ഒട്ടും പകച്ചില്ല. അവളുടെ അഭിനയം മുഴുവൻ കണ്ടു നിന്ന ശേഷം സൗദിയുടെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി തറവാടിൻ്റെ ശാന്തമായൊരു കോണിലേക്ക് മാറി നിന്ന് റിസ്വാന തൻ്റെ ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കേസിൻ്റെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന നീതിമാനായ നജീബ് സാറായിരുന്നു ലൈനിൽ. ഹലോ സാറേ, ഞാൻ റിസ്വാനയാണ്. മറുതലക്കിൽ നിന്ന് നജീബ് സാറിൻ്റെ സന്തോഷ ശബ്ദം കേട്ടു. ഓ വക്കീലെ, മനസ്സിലായി. നവാസിൻ്റെ കേസ് ഫയലുകളൊക്കെ കിട്ടിയില്ലേ? മാഷാ അല്ലാ, വലിയ സന്തോഷം വക്കീലെ. എന്നെ ആ കേസിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴേ എനിക്ക് വലിയ വിഷമം ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ എല്ലാ തെളിവുകളും ശേഖരിച്ച് കേസ് നല്ല രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടതും കോടതിയിൽ സമർപ്പിച്ചതും. അപ്പോഴൊക്കെ എവിടുന്നൊക്കെയോ കരങ്ങൾ നീണ്ട് അട്ടിമറി അവിടെ നടന്നു. എന്ത് ചെയ്യാൻ? റിസ്വാന വക്കീൽ ശബ്ദം പതുക്കിയാക്കി വളരെ ഗൗരവത്തോടെ പറഞ്ഞു. സാറേ, അത് പോട്ടെ, എനിക്ക് മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാനിപ്പോൾ സൗദിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തി. പക്ഷേ സാറേ, തികച്ചും വിശ്വസിക്കാൻ കഴിയാത്ത, ആർക്കും കള്ളമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എനിക്ക് അതൊട്ടും വിശ്വാസം വരുന്നില്ല. അത് കേട്ടതും നജീബ് സാറ് മറുപടി നൽകി. അത് വക്കീലേ, എനിക്കറിയാം. സൗദ ആദ്യം പോലീസിന് നൽകിയ ഒരു മൊഴിയുണ്ട്. ആ സമയത്ത് ഞങ്ങളെടുത്ത വോയിസ് റെക്കോർഡുകൾ ഞങ്ങളുടെ കയ്യിൽ ഭദ്രമായിയുണ്ട്. കോടതിയിലെ ഫയലുകൾ അട്ടിമറിച്ച് കാണാതായെങ്കിലും ഈ ഫോൺ റെക്കോർഡുകൾ എൻ്റെ കയ്യിലുണ്ട്. ആവശ്യമായി വരുമ്പോൾ അത് നമുക്ക് കോടതിയിൽ തെളിവാക്കി കൊടുക്കാം. ആണോ സാറേ? എന്നാൽ ആ റെക്കോർഡുകൾ എത്രയും പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയച്ചു തരണം. റിസ്വാന വക്കീൽ ആശ്വാസത്തോടെ പറഞ്ഞു. തുടർന്ന് തൻ്റെ മനസ്സിലെ പുതിയ പദ്ധതി നജീബ് സാറിനോട് പങ്കുവച്ചു. സാറേ, എന്തൊക്കെ വന്നാലും നമുക്ക് സൗദിയെ കോടതിയിൽ കയറ്റണം. വയ്യ, സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. കേസിൽ ഉൾപ്പെട്ട കുഞ്ഞിക്കതിയെയും സൗദിയെയും അതുപോലെ അവരുടെ അനിയത്തിയുടെ പേരെന്തോ പറഞ്ഞല്ലോ, അതെ, അവളെയും ഹസീനയാണെന്ന് തോന്നുന്നു, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ കോടതിയിൽ തുറന്നു കാട്ടണം. കള്ളത്തരത്തിന് അധികം ആയുസില്ലല്ലോ സാറേ. നജീബ് സാർ വക്കീലിൻ്റെ ആ ഉറച്ച തീരുമാനത്തെ പിന്തുണച്ചു. റിസ്വാന തുടർന്നു. പിന്നെ ഉമ്മയെയും അനിയത്തിയെയും നവാസ് പീഡിപ്പിച്ചു എന്ന ഈ പരാതിയിലെ പ്രധാന ആരോപണം, ആ കേസ് അടിയോടെ പിഴുതെറിയണമെങ്കിൽ ആദ്യം ആ അനിയത്തി എവിടെയുണ്ടെന്ന് കണ്ടെത്തണം. സൗദിയോടെ ഈ പറയുന്ന അനിയത്തിയെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ സാറേ. അവൾ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് എടുത്തു തരാൻ കഴിയുമോ? തീർച്ചയായും വക്കീലെ, ഞാൻ എൻ്റെ ആളുകളെ വിട്ട് ആ അനിയത്തിയുടെ ഇപ്പോഴത്തെ ലൊക്കേഷനും വിവരങ്ങളും ഉടൻ തന്നെ എടുത്തു തരാം. നവാസ് നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ആ പാവത്തിന് നീതി കിട്ടാൻ ഞാൻ ഏതറ്റം വരെയും കൂടെ ഉണ്ടാകും. നജീബ് സാർ ഉറപ്പ് നൽകി.
റിസ്വാൻ വക്കീൽ ഫോൺ കോൾ അവസാനിപ്പിച്ചു. സൗദ കെട്ടിപ്പടുത്ത നുണകളുടെ കൊട്ടാരം തകർന്നു വീഴാൻ ഇനി അധിക സമയം വേണ്ടെന്നാണ് റിസ്വാനക്ക് ഉറപ്പായിരുന്നു. കയ്യിൽ കിട്ടാൻ പോകുന്ന പുതിയ തെളിവുകളും അനിയത്തിയുടെ വിവരങ്ങളും വെച്ച് കോടതിയിൽ ഒരു വമ്പൻ തിരിച്ചടി നൽകാൻ ഉറച്ച് പ്രൗഢിയോടെ റിസ്വാൻ വക്കീൽ പുത്തൻ വീട് തറവാടിലെ ഉമ്മറത്തേക്ക് തന്നെ തിരികെ നടന്നു. നിരപരാധിയായ നവാസിനെ കോടതി വെറുതെ വിടുമോ? പുത്തൻ വീട് തറവാട്ടിൽ വീണ്ടും സന്തോഷമുണ്ടാകുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.